പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായിട്ട് ബൈബിൾ കൺവെൻഷനുകളൊക്കെ നടക്കുകയാണ്. കൺവെൻഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില മുഖങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ വേദപുസ്തകത്തിലെ സത്യങ്ങളെ വിളിച്ചോതുന്ന നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും, അവർ ചില ആളുകളൊക്കെ ആത്മാർത്ഥതയിൽ നിന്ന് തന്നെയാണ് ബൈബിളിലെ വാക്യങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ചാലിച്ചുകൊണ്ട് പങ്കുവെക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കാതുകൾക്കും ഒക്കെ വളരെ കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അടുത്ത സമയത്ത് പ്രതിപക്ഷ നേതാവ് ഒരേ ദിവസം 3 വേദികളിൽ ഓർത്തഡോക്സുകാരുടെ 3 മീറ്റിങ്ങുകളിൽ പ്രസംഗിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റു പല കൺവെൻഷനുകളിലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സംബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദർശനം നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുണ്ട് എന്നുള്ളത് അതിൽ കൂടെയൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിനൊക്കെ പ്രചോദനമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവവചനം ആയിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് സാധിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ നിലമ്പൂരിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇത് നിങ്ങൾ വായിച്ച് ഹൃദയസ്ഥമാക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതാനുഭവമായി തീരുവാനും അത് തൽഫലമായിട്ട് ദൈവം നൽകുന്ന സൗജന്യമായിട്ടുള്ള രക്ഷയെ സ്വായത്തമാക്കാനും ഇടയാകട്ടെ എന്ന് അദ്ദേഹത്തോട് നേരിട്ട് ആശംസിക്കുവാനുള്ള അവസരം കൂടി ലഭിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. മറ്റു പലരും, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ബൈബിള് ഉദ്ധരിച്ചുകൊണ്ട് നിയമസഭയിലായിരുന്നാലും മറ്റു പൊതുവേദികളിലായിരുന്നാലും സംസാരിക്കാറുണ്ട്. അത് കാണിക്കുന്നത് വിശുദ്ധ ബൈബിളിന് അതിൻ്റെതായിട്ടുള്ള വലിയ മൂല്യമുണ്ട്. അത് മനുഷ്യർക്ക് വരുത്തുന്ന സ്വാധീനം, നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ അനേക മതങ്ങളുണ്ട്. മതങ്ങളെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള രീതികളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചില മതങ്ങളാകട്ടെ തങ്ങളുടേതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുകയും മറ്റുള്ളവരുടേതൊക്കെ മോശമാണെന്ന് ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്ന മതങ്ങളുമുണ്ട്. അല്ലെങ്കിൽ മതബോധമുള്ള ആളുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട, മറ്റുള്ളവരുമായിട്ട് കലാപത്തിനൊന്നും പോകണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മതം തന്നെ മറ്റുള്ളവരുമായിട്ട് കലാപം ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന സംഭവങ്ങൾ ലോകത്തിൽ സംഭവിക്കും. നമ്മുടെ രാജ്യത്തും അത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മതബോധം ആളുകളിൽ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള മതസംഹിതകളുമുണ്ട്. അത് നമുക്കറിയാം. ഇന്ത്യയിലെ ആര്യന്മാർക്ക് 4 വേദങ്ങളുണ്ടെന്നുള്ള നമുക്കറിയാം. 120ഓളം ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ ഈ ആര്യന്മാർക്കുണ്ട്. പാർസികളുടെ മതഗ്രന്ഥമായ അവസ്ഥ, ബുദ്ധർക്ക് പാലി കാനോൻ എന്നറിയപ്പെടുന്ന ത്രിപീഠിക, ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ മതഗ്രന്ഥമായിരിക്കുന്ന ഖുറാൻ, അതുപോലെ തന്നെ ഹദീസുകൾ, സിഖ് മതക്കാർക്ക് ഗുരു ഗ്രന്ഥ സാഹിബ്. എന്നാൽ ലോകത്തിൽ എമ്പാടും തിരുവെഴുത്ത് എന്നറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാരും പാമരന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ശാസ്ത്രിമാരും ആട്ടിടയന്മാരും മുക്കുവന്മാരും തുടങ്ങി ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഉൾപ്പെട്ടവരായ ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹങ്ങൾ, ദ്വീപ് സമൂഹം, കൂടാരം, കൊട്ടാരം എന്നീ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സുമാർ 1500-ൽ പരം വർഷത്തെ കാലദൈർഘ്യത്തിനുള്ളിൽ എഴുതി തീർത്തതാണ് വിശുദ്ധ ബൈബിൾ. എങ്കിലും ആദ്യോടന്തം പരിശോധിച്ചാൽ എഴുത്തുകാരൻ ഒറ്റ ഇരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയുടെ തുമ്പിനാൽ വാർത്തെടുത്തത് എന്ന് തോന്നുമാറ് ഈ പുസ്തകങ്ങൾ തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യം, ഒരു നെയ്ത്തുകാരൻ നെയ്ത്തുശാലയിൽ നെയ്തെടുക്കുന്ന ഒരു തുണിയോട് സാമ്യമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ. പല ഇഴകൾ ചേർന്ന് ഒന്നായിരിക്കുന്നത് പോലെ 40-ൽ പരം എഴുത്തുകാർ 1500-ൽ പരം വർഷങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ ഇരുന്ന് എഴുതിയിട്ടും അതിലെ സാരാംശം, അതിലെ ഉള്ളടക്കം എല്ലാം തന്നെ ഒന്നിനോട് ഒട്ടി നിൽക്കുന്നതാണ്. അഭേദ്യമായ ബന്ധപ്പെട്ട് നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ വളരെ ഏറെയാണ്.
അതെല്ലാം ക്രമേണ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞാനത് ഓരോ സെഷനായിട്ട് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പുസ്തകം ചെന്നെത്താത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യാത്ത ഭാഷകൾ വളരെ വിരളമായിരിക്കും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിലും ഭാഷാ നിർമ്മിതികൾ തന്നെ കൈവരിക്കപ്പെട്ടത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത് വളരെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തെ കൈകളിൽ എടുക്കാത്ത ജനതകളും കുറവായിരിക്കുമെന്ന് ഇതിനോട് ചേർത്ത് നാം വായിക്കണം. ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും തീയും സാമ്രാട്ടുകളും അവിശ്രാമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് 1000-10,000ങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതുല്യമായ ശക്തി വിശേഷമാണ് വിശുദ്ധ ബൈബിൾ. വിശ്വസാഹിത്യ നവോമണ്ഡലങ്ങളിൽ അത്യുജ്വാലതാരമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യുത്തമ ഗ്രന്ഥത്തിൽ അതുല്യഭാവത്തിന് മുമ്പിൽ വിശ്വസാഹിത്യങ്ങൾ ഒന്നടങ്കം നിശ്ചലമായി ഭവിക്കുന്നു എന്ന് നമുക്ക് ആർജവത്തോടെ പറയാൻ കഴിയും. ഈ പുസ്തകത്തിന് 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. യേശു ക്രിസ്തുവോ ക്രിസ്തു ശിഷ്യന്മാരോ പൂജാതരാകുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് മശിഹായുടെ വരവിനെക്കുറിച്ച് അഥവാ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ പേറിക്കൊണ്ടിരുന്ന യഹൂദന്മാർ തങ്ങളുടെ മത തത്വ സംഹിതകളായി വിശ്വസിച്ചാശ്രയിച്ചിരുന്ന 39 കൃതികൾ ചേർന്ന പഴയ നിയമം, യേശു ക്രിസ്തു ജാതം ചെയ്തതിന് ശേഷം ക്രിസ്തു ശിഷ്യന്മാരാൽ വിരചിതമായ 27 കൃതികളുടെ ഉള്ളടക്കമായ പുതിയ നിയമം, ഇവ രണ്ടും ചേർന്നതാണ് നമ്മൾ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ മതങ്ങളും തങ്ങളുടെ മതഗ്രന്ഥം മഹത്വവും ശ്രേഷ്ഠവുമാണെന്ന് കരുതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതുപോലെ കേവലം ഒരു തത്വസംഹിതകളോ വിവരണങ്ങളോ ഉള്ള ഒന്നാണ് ബൈബിൾ എങ്കിൽ അതിനൊരു പ്രത്യേകതയും ഉണ്ടാകുകയില്ല. ഈ ഗ്രന്ഥത്തിന് മറ്റുള്ളവയെ അതിജീവിക്കുന്ന പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പൂർവികരായ വിശ്വാസികൾ അനേക ലക്ഷങ്ങൾ രക്തസാക്ഷികൾ ആയതും നാം ഈ വിശ്വാസ വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും നിരർത്ഥകമായി തീരും. എന്നാൽ ഇതപര്യന്തം വിശ്വമുഖത്ത് ആവിർഭവിച്ചിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ നമ്മുടെ വിശ്വാസ വിഷയങ്ങൾക്ക് ഏക പ്രമാണമായി രേഖയായിട്ട് നാം അംഗീകരിച്ചിരിക്കുന്ന 66 ഗ്രന്ഥ സമാഹാരമായ ഈ സവിശേഷ ഗ്രന്ഥം ബഹുമുഖ കാരണങ്ങളാൽ നിശ്ചയമായും നിസ്തുല്യമാണെന്ന് സ്വഭിമാനം ശിരസുയർത്തിക്കൊണ്ട് ഉദ്ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ പവിത്രവാക്യ സംഹിതയുടെ പരമോത്കൃഷ്ടതയ്ക്ക് നിതാന്തമായ അനേക തെളിവുകളിൽ ചിലത് മാത്രം ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു പ്രത്യേക പുസ്തകത്തെ കൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിന്റെ വിത്ത് റവറൻഡ് ഡോക്ടർ ജോൺസൺ തേക്കടിൽ എഴുതിയതായിട്ടുള്ള ഈ മനോഹര പുസ്തകം 308 പേജുകളുള്ള പുസ്തകത്തിന് 290 രൂപയാണ് വില. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്ന നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവാണ്. ഇതിന്റെ ആമുഖമായിട്ടുള്ള സന്ദേശം നൽകിയിരിക്കുന്നത് മാർ ഔഗിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന അഭിമന്യ മെത്രാപ്പോലിത്തയാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം 290 രൂപയ്ക്ക് ലഭ്യമാണ്. പോസ്റ്റേജ് വഴിയായിട്ട് വേണ്ടിയവർ പോസ്റ്റേജും കൂടെ അയച്ചു തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. 9947003777. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.